58 മിനിറ്റാണ് നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി പ്രസംഗിച്ചത്. അവിടെ പകുതിയോളം സമയം അവർ മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ, ഇത്രയും കാലം ഉണ്ടായ ഭരണത്തിലുള്ള നേട്ടങ്ങൾ എടുത്തു കാണിക്കുന്നു. ഒപ്പം തുടർ ഭരണമെന്ന വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ പദ്ധതികൾ തുടരും, അത് ഇനിയും വരും സർക്കാരും നടപ്പിലാക്കും എന്ന് പറഞ്ഞു വെക്കുന്നു. ജനപ്രിയമായ വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളില്ല എങ്കിൽ പോലും ഈ മൊത്തത്തിൽ ഈ ബജറ്റിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഒരു ഇടക്കാല ബജറ്റ് കേവലം എന്ന തരത്തിൽ നേരത്തെ നമുക്ക് 2019 പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച ബജറ്റ് ഒരു സമ്പൂർണ്ണ ബജറ്റിന് തുല്യമായിരുന്നു, തെരഞ്ഞെടുപ്പ് വർഷമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ചെറിയൊരു പ്രഖ്യാപനങ്ങളിലൂടെ, ചെറിയ പ്രസംഗത്തിലൂടെ ധനമന്ത്രി കടന്നുപോയതെന്നാണ് താങ്കൾ കരുതുന്നത്? അത് വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ സ്പീച്ച് തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സ്പീച്ചായിരുന്നു. അതിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ഒരു ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് വലിയ തോതിലുള്ള വെൽഫെയർ മെഷേഴ്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. ഇതൊന്നും കാര്യമായിട്ടുണ്ടായില്ല. മേ ബി ഫിനാൻസ് മിനിസ്റ്ററുടെയോ അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിൻ്റെയോ ഒക്കെ ഒരു തോട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ബജറ്റിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ തന്നെ അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഫിനാൻസ് മിനിസ്റ്ററെ വളരെയേറെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു ബജറ്റ് എന്നുള്ള, ഒരു ഇൻട്രീം ബജറ്റ് എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പുള്ള പാനലിസ്റ്റുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ 2 മാസത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരിക എന്നുള്ളതല്ലാതെ മേജർ പോളിസി ഡിസിഷൻസോ മേജറായിട്ടുള്ള പ്ലാൻസോ ഒന്നും അനൗൺസ് ചെയ്യുക എന്നുള്ളതല്ലായിരുന്നു. അവരത് വളരെ ഭംഗിയായിട്ട് ആ ഒരു ജോബ് കൃത്യമായിട്ട് ചെയ്തു എന്ന് തന്നെ വേണം പറയാനായിട്ട്. എന്നാൽ വളരെ നല്ല നല്ല കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ബജറ്റിൽ, ഇൻട്രീം ബജറ്റിൽ ഉൾപ്പെടുത്തി അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ആംഗിൾ, ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ ആ റിലേറ്റഡ് എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മാർക്കറ്റിന്റെ ആംഗിളിൽ മാർക്കറ്റ് നോക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ടാക്സ് കളക്ഷനിലെ ബോയൻസി. അത് വളരെ നല്ല രീതിയിൽ ടാക്സ് കളക്ഷൻ കൂടിയിട്ടുണ്ട്. അതും ഇതിനു മുമ്പ് ഒരു പാനലിസ്റ്റ് സൂചിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 5.4 ഒക്കെ ടാർഗറ്റ് ചെയ്തെടുത്തുനിന്ന് 5.1% താന്നു വന്നിട്ടുണ്ട്. അതായത് ഒരു വൻതോതിൽ കടമെടുത്ത് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്ന പോളിസികളോ അല്ലെങ്കിൽ വെൽഫെയർ മെഷേഴ്സോ അനൗൺസ് ചെയ്യാനുള്ള ഒരു സാഹസത്തിലേക്ക് ഈ ഫിനാൻസ് മിനിസ്റ്റർ മുതിർന്നില്ല എന്നുള്ളത് വളരെ വളരെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, ആദ്യം തൊട്ട് കാണിക്കുന്ന ഒരു ഡിസിപ്ലിനാണ്. അത് ഈ ഒരു ഇൻട്രീം ബജറ്റിലും അവരത് പാലിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ സുധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡെഫിസിറ്റ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ ബോറോവിംഗ് ഒക്കെ മാനേജബിൾ ആയിരിക്കും. ഇന്ത്യൻ എക്കണോമിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാനായിട്ട്, എക്കണോമിയുടെ ആംഗിളിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകാനായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യലും മറ്റുമൊക്കെയാണ് മറ്റൊരു ആസ്പെക്റ്റ്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 2 തരത്തിലുള്ള ടൂറിസം. ആ ടൂറിസത്തിൻ്റെ ആംഗിളിൽ പലരും പറഞ്ഞൊരു കാര്യം, ഡൊമസ്റ്റിക് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഒരുമാതിരി കഴിവുള്ള ആളുകളൊക്കെ ടൂറിസം എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ആംഗിളിൽ ഒരു ഔട്ട്വേർഡ് റെമിറ്റൻസ് ആണ് ആ സമയത്ത് സംഭവിക്കുന്നത്. ഇന്ത്യക്കകത്ത് ഈ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ടൂറിസം വളരെയേറെ പിക്കപ്പ് ചെയ്യുകയും ഇത്തരത്തിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് പുറത്തേക്ക് ഒഴുകുന്നത് തടയുകയും ചെയ്യാം. അത് ഇന്ത്യയുടെ കറൻസി സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് ആസ്പെക്ട്സ് ആണ് മാർക്കറ്റ് നോക്കിയത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നിരാശപ്പെടുത്തുന്ന ഒരു ബജറ്റല്ല. സ്റ്റോക്ക് മാർക്കറ്റുകൾ സാധാരണ ബജറ്റ് ഡേയിൽ ഒരു 100 പോയിന്റ് മുകളിലേക്ക് പോകും, പിന്നെ ഒരു 100 പോയിന്റ് താഴേക്ക് വരുന്ന ഒരു മൂവ്മെൻറ്റ്, അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇതുവരെ കണ്ടേക്കുന്നത്. ബജറ്റ് കഴിഞ്ഞു, പക്ഷേ ഇതിന് ശേഷം മാർക്കറ്റ് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിയാക്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയല്ല. മാർക്കറ്റിൻ്റെ ഓവറോൾ പൊസിഷനിൽ മാർക്കറ്റ് കഴിഞ്ഞ നാളുകളിലായിട്ട് കുറച്ച് മുകളിലേക്ക് വന്നുകൊണ്ടും വാല്യുവേഷൻ ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടും ഗ്ലോബൽ മാർക്കറ്റ് കൺസേൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യും. അത് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ബജറ്റുമായിട്ടുള്ള ഒരു ഫയർ വർക്ക്സ് ഏതാണ്ട് ഇന്ന് 1 മണിയോടുകൂടി തീർന്നു. ഇന്നത്തെ ബജറ്റ് പ്രസംഗം തന്നെ അരമണിക്കൂർ കൊണ്ട് തീർന്നുകൊണ്ട് അതിൻ്റെ റിയാക്ഷൻ അതിനുശേഷം ഉണ്ടായിരുന്ന 1 മണിക്കൂറിൽ മാർക്കറ്റ് ഒരു ചെറിയ കയറ്റിറക്കത്തോടു കൂടി അവസാനിച്ചു എന്ന് വേണം നമുക്ക് കണക്കാക്കാനായിട്ട്. ശ്രമിച്ചോ ഇവിടെ ഈ